ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെയും പുതിയൊരു ദിവസത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. ഓരോ ദൈവമക്കളും ദൈവത്തിൻ്റെ മുന്നിൽ എന്തായിരിക്കണമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ ഓരോ വ്യക്തികളും നമുക്ക് ദൈവം തന്നിരിക്കുന്ന സന്താനങ്ങളും എല്ലാം ആ ദേശത്തെ ദൈവത്തിൻ്റെ മുന്നിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി മാറണം. എങ്കിൽ മാത്രമേ ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ലോകത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവമക്കളാണെന്ന് ലോകം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങൾ ഏത് ദേശത്താണോ വസിക്കുന്നത് ആ ദേശത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി മാറണം. അങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവമക്കളായ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി മാറുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.